എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ പ്രസംഗിച്ചിട്ട് പരിചയമൊന്നുമില്ല. പിന്നെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എനിക്ക് പ്രസംഗം ഒരു വഴങ്ങുന്ന പണിയല്ല. നേരത്തെ വൈശാഖൻ തമ്പിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ പേരെനിക്ക് മറന്നു. അപ്പോൾ ആളും പറഞ്ഞ പോലെ മറ്റുള്ളവർ ഈ ആവർത്തിച്ച് ചെയ്ത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലുണ്ടാക്കി വെക്കുന്ന ഈ ബിൽഡിങ്ങുകൾ തകർക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. അത് ചെറിയ കുത്തിത്തിരിപ്പ് ചെയ്താൽ ഈ പണി നടക്കും. കുറച്ച് കുരുപൊട്ടലൊക്കെ ഉണ്ടാവും എന്നല്ലാതെ. അപ്പോൾ എൻ്റെ വിഷയം യുക്തി, അത് പീഡരോടോ ശക്തരോടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അതായത് ജയിച്ചു നിൽക്കുന്നവൻ്റെ സ്വഭാവങ്ങളും വേഷവിധാനങ്ങളും അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ത്വരയും ഒരു മനുഷ്യന് കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ശരിയാണ്. പക്ഷെ എനിക്കെപ്പോഴും ഞാനെപ്പോഴും ഓപ്പോസിറ്റാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു, ക്രിക്കറ്റിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ സപ്പോർട്ട് പാകിസ്ഥാൻ. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ പക്ഷേ ചിലരൊക്കെ പറയണം മുസ്ലിങ്ങൾ പാകിസ്ഥാൻ. പക്ഷേ എൻ്റെ കൂട്ടുകാർ കൂടുതലും മുസ്ലിങ്ങളായിരുന്നു. അവരൊക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു പാകിസ്ഥാൻ സപ്പോർട്ടറായിരുന്നു. പിന്നീട് ദുബായിൽ പോയി പാകിസ്ഥാനികളൊക്കെ കണ്ടപ്പോൾ പിന്നീട് ജോലി സംബന്ധമായ തിരക്കുകളൊക്കെ കാരണം പിന്നീട് ക്രിക്കറ്റിനോടൊന്നും അങ്ങനെ വലിയ സംഗതികളൊന്നും ഞാൻ പരിപാടി നിർത്തി. പിന്നെ ഇന്ന് ഞാനിങ്ങനെ ഒരു ചൊറിയനായതുകൊണ്ട് തന്നെ യുക്തിവാദികൾക്കിടയിൽ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഇന്നത്തെ പാലസ്തീൻ യുദ്ധം, അമേരിക്ക ഇറാൻ യുദ്ധം. അപ്പോൾ പലരും പറയുന്നത് ഇറാനിൽ സ്ത്രീകൾ അടിച്ചമർത്തുന്നില്ലേ, അതൊരു ഇസ്ലാമിക ഭരണകൂടമല്ലേ? അതെ, പക്ഷേ ലോകത്ത് 53 ഇസ്ലാമിക ഭരണകൂടങ്ങൾ വേറെയുണ്ട്. സൗദിയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വഹാബിസം കയറ്റുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കാസർഗോട്ടുകാരനാണ്. പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ കോഴിക്കോട് മർക്കസിലാണ്. അപ്പോൾ ഞാൻ വരുന്ന കാലത്ത് ഇപ്പോഴും അത്രയും ഇവിടെ ഒന്നും അത്ര വ്യാപകമല്ല. ഞാൻ വരുന്ന കാലത്തൊക്കെ പെണ്ണുങ്ങൾ വെറും തലയിൽ തട്ടമിടുന്ന എൻ്റെ കൂട്ടുകാരുടെ ഉമ്മമാരൊക്കെ അത്രയും ഒരു ലൈറ്റായിട്ടുള്ള ഒരു മതജീവികളായിരുന്നു. ഇവിടെ വഹാബിസം ഈ ഗൾഫിൽ നിന്നും ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തതോടുകൂടി, അതായത് ഈ സൗദി എന്ന് പറയുന്നത് ആരാണ്? അമേരിക്കയുടെ ആശ്രിതത്വത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ സെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന രാജ്യം. ഇവരാണ് ലോകത്തെല്ലാ സ്ഥലത്തും ഈ ഖുറാൻ്റെ പരിഭാഷ ഇറക്കി വിടുന്നത്. അപ്പോൾ ഖുറാൻ മാത്രമല്ല, ഹദീസിൻ്റെ പരിഭാഷ, ഈ വഹാബിസം, മറ്റുള്ളവരോട് വേണം. ഞാനിങ്ങനെ ഉമ്മയോട് പറഞ്ഞു, എൻ്റെ ഉപ്പാപ്പൻ്റെ പേര് ബഡുവൻ. അപ്പോൾ ബഡുവൻ എന്നുള്ള പേര് വാപ്പ ഗൾഫിലായതുകൊണ്ട് എനിക്ക് കിട്ടില്ല. കാരണം അത് ഹിന്ദിക്കാരൊക്കെ വേറെ രീതിയിലാണ് ഈ ബഡുവൻ എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാപ്പൻ്റെ ഉപ്പയുടെ പേരാണ് എനിക്ക് കിട്ടത്, അബ്ദുൽ ഖാദർ. അപ്പോൾ ഉമ്മ പറഞ്ഞു, അബ്ദുൽ ഖാദർ എന്നുള്ള പേരേ ഉള്ളൂ, അമ്പലത്തിലേക്ക് ഈ കോഴിയൊക്കെ നേർച്ച വെക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മുസ്ലിങ്ങളാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ അവരെയൊക്കെ ഈ മറ്റുള്ളവരുമായിട്ട് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തീവ്ര ചിന്താഗതിക്കാരാക്കി മാറ്റുന്നത് ഈ വഹാബി, ഈ സ്പോൺസർഡ് ഐറ്റങ്ങളാണ്. ഇതൊക്കെ ഇവിടുന്ന് വരുന്നത് അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ഗൾഫിൽ നിന്നുമാണ്. അപ്പോൾ ഇറാനികൾ നമ്മുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലും, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അന്തചിത്രത ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വിഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ അടിച്ചമർത്തലിനാണെതിരെ. ഇപ്പോൾ സ്ത്രീകളോട് മുഖം മറക്കുന്നതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. തലയിൽ തട്ടമിടുന്നു, പറത്തിടുന്നു, അതൊരു വേഷം എന്നുള്ള വിഷയത്തിൽ. പക്ഷെ അത് നീ ഇടണമെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ, ഈ ആങ്ങളമാർ പറയാൻ തുടങ്ങിയാൽ അതൊരു പ്രശ്നമാണ്. ഇനി ഈ ഇടയ്ക്കൊരു വിവാദമുണ്ടായി, ഒരാളോട് ബീഫ് കഴിക്കണമെന്ന് പറയാനും നമുക്ക് അവകാശമില്ല, കഴിക്കണ്ടെന്ന് പറയാനുള്ള അവകാശമില്ല. അത് അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ, താല്പര്യം കഴിക്കണ്ട. പക്ഷേ അത് മറ്റുള്ളവരെ നിർബന്ധിക്കുമ്പോൾ, അടിച്ചമർത്തൽ, എൻ്റെ ശരികൾ നീ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ വിഷയം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ നമ്മൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവിടെ അടിച്ചമർത്തൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പാലസ്തീനെ അവിടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഹമാസ് അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ള, ഇവരൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിന് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ ഒരു മറ്റുള്ളവർ ഇത് അനുകരിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പിന്താങ്ങണമെന്നോ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എൻ്റെ അയൽവക്കത്ത് കള്ളം കയറിക്കഴിഞ്ഞാൽ ഞാൻ അവനെ എൻ്റെ അയൽവക്കക്കാരനെ സപ്പോർട്ടും.
അപ്പോൾ അത് എങ്ങനെയാണ് ഭീകരവാദ പ്രവർത്തനമാകുന്നത്? പിന്നെ ഈ ശരിയെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ഒരു ഹോട്ടലിൽ പോവുകയാണ്. ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ബിരിയാണി ഉണ്ട്, സദ്യയുണ്ട്, പൊറോട്ടയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്ത് കഴിക്കാം. പക്ഷേ അവിടെ ഇപ്പോൾ കഞ്ഞി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ഞാൻ കഞ്ഞി കഴിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിക്കരുത് എന്തുകൊണ്ട് ബിരിയാണി കഴിച്ചില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻസും അവിടെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരാളുടെ വീട്ടിൽ കയറിയിട്ട് അവൻ്റെ മാതാവിനെയൊക്കെ ബലാത്സംഗം ചെയ്തിട്ട് നമ്മൾ അവനോട് ശരി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മാത്രമല്ല, നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തൽ തെറ്റാണ്. അത് ആര് ചെയ്താലും, അമേരിക്ക ചെയ്താലും. മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ തവണ റഷ്യൻ പെട്രോൾ വാങ്ങരുതെന്ന് കഴിഞ്ഞ സർക്കാരിനോട് അമേരിക്ക പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി അന്ന് കേട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് BJPക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട്. ഒരു അമേരിക്കക്കാരനും കാരണം ഈ സംഘിസത്തിനും ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. ഇപ്പോൾ പൂർണ്ണമായ തെറ്റുകളോ പൂർണ്ണമായ ശരികളോ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യയോട് റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം നരേന്ദ്രമോദി കുറച്ച് ഫ്ലെക്സിബിളായി. അമേരിക്കയൊന്നും കാരണം നേരെ കുറച്ച് പൈസ കൊടുത്താൽ, കാരണം മനുഷ്യന്മാർക്ക് പൈസയോട് അധികാരമുള്ളവരോട് ഒക്കെ ആർത്തിയാണ്. ഞാനിങ്ങനെ അമേരിക്ക എതിർക്കുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ വിസ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് പോവില്ലേ? ഇന്ന് കാസർഗോഡ് വിട്ടിട്ട് എവിടെയും പോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഞാൻ വിദേശത്ത് ജയിലിൽ കിടന്നിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഈ എല്ലൊട്ടിയ സിംഹമായിട്ട് ജീവിക്കുന്നതാണ് വിദേശത്ത് തടിച്ചു കൊടുത്ത പട്ടിയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലതെന്ന് വളരെ നല്ല രീതിയിൽ ഞാൻ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിദേശത്ത് പോയിട്ടൊരിക്കലും അല്ലെങ്കിൽ അമേരിക്ക ഒരു സ്വർഗരാജ്യമാണെന്നൊന്നുമില്ല. എൻ്റെ നാട് അവർ അധ്വാനിച്ച് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കണം. അമേരിക്കയിലുള്ള അതേ മണ്ണാണ്, അതേ ഭൂമിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറാനികളൊക്കെ അമേരിക്ക എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, അപ്പോൾ അതേപോലെ പ്രതിരോധിക്കണം. അത് നമ്മൾ ജാതീയത അല്ലെങ്കിൽ എല്ലായിടത്തും തെറ്റുകളുണ്ട്. പക്ഷേ നമ്മളോട് ഒരാൾ നീ ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ അംഗീകരിക്കുമ്പോഴാണ് അവർക്ക് നല്ല രസമാകുന്നത്. ഒരു പട്ടി നമ്മളോട് കുരക്കുമ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പട്ടി ഓടിച്ചിട്ട് കഴിക്കും. പട്ടിക്ക് രസം, ഇവൻ നമ്മളെ ഭയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മളവിടെ നിന്നിട്ട് കല്ലെടുത്താൽ പട്ടി ഓടും. അപ്പോൾ ഈ പ്രതിരോധം, അടിച്ചമർത്തലിനെതിരെയുള്ള പ്രതിഷേധം എന്നതൊക്കെയാണ് നമ്മുടെ മെയിൻ കാര്യം. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്ന് വിചാരിച്ചു. പിന്നീട് നേരത്തെ ശ്യാംകുമാർ പറഞ്ഞതുപോലെ ഈ കേസ് എനിക്ക് മാത്രമേ കേസ് വരേണ്ട കാര്യമുള്ളൂ, നിങ്ങളൊന്നും അകത്താക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നില്ല. ഇസ്രായേലിൻ്റെ മെയിൻ പ്രശ്നം സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അതും സൗദി എന്ന് പറഞ്ഞൊരു കുടുംബക്കാരാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഇസ്രായേൽ എന്നാൽ യാക്കൂബിൻ്റെ അനന്തരാവകാശികൾ, തെളിവൊന്നുമില്ല, ഇങ്ങനെ വായിൽ പറയുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് മറ്റുള്ളവരെന്നാലും രണ്ടാം തരം പൗരന്മാരായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്നോട് ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നീ ഇപ്പോൾ ഒരു സ്വത്വവാദിയായിട്ട് മാറിയിട്ടില്ലേ? ഒരിക്കലുമില്ല. ഞാൻ സ്വത്വവാദിയായിട്ട് മാറിയെന്ന് ആർക്കെങ്കിലും എന്നെ ആരോപിക്കണമെങ്കിൽ നിങ്ങൾ ഗുജറാത്തിൽ പോയിട്ട് ഞാൻ ക്രിസ്ത്യാനികളെ വിടുകയാണ്. കാരണം ക്രിസ്ത്യാനികൾ ഇവിടെ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് മൽപ്പെടുത്തും. ഞാൻ അവരൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ടെന്നല്ലാതെ ഞാൻ എതിർക്കാൻ അങ്ങനെ പോകാറില്ല. കാരണം പക്ഷേ സംഘികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഗുജറാത്തിൽ പോയിട്ട് പ്രത്യേകിച്ചിട്ടും യുക്തിവാദികളായ സംഘികൾ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അവരോട് പറയുന്നത്, നിങ്ങൾ ഗുജറാത്തിൽ പോയിട്ട് 2 പ്ലേറ്റ് ബീഫ് കഴിച്ചിട്ട് ഡെയിലി 4 വർഷം വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ഇടണം. എന്നിട്ട് വേണം നിങ്ങൾക്ക് എന്നോട് സ്വത്വവാദത്തെ പറ്റി പറയാൻ. ഞാൻ ഗൾഫിൽ ഇരിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഈ വർഗീയതയൊക്കെ റേസിസത്തൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ ദുബായ് ജയിലിൽ ഞാൻ ഏറ്റവും ദുർബലനായി നിൽക്കുന്ന സ്ഥലമാണ്. കാരണം എന്നെ തല്ലാൻ ഒരു കാരണം കാത്തിരിക്കുന്ന ആൾക്കാരാണ് അവിടെ. കാരണം പെട്ടെന്ന് ഒരാളെ തല്ലാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാലേ അയാളെ തല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായാൽ അടി കൊള്ളുമെന്ന് ഉറപ്പുള്ള, കാരണം പോലീസ് എൻ്റെ ഭാഗത്ത് നിൽക്കില്ല, കാരണം എൻ്റെ കേസ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഈ നൈജീരിയൻ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇവരെ ദുബായ് എന്നോട് മിനിഞ്ഞാന്നൊരു ട്രെയിനിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു വഴക്കുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞതാണ്, നീ മംഗലാപുരം കിടക്കുക, അപ്പം നിനക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഏരിയ എന്നുള്ള രീതിയിൽ ഈ ക്രിസ്ത്യാനികളെ തല്ലുകയാണ്. അപ്പോൾ തല്ലുമ്പോൾ
ഞാൻ ഏറ്റവും ദുർബലനാണ് അവിടെ. അപ്പോൾ ഞാനത് പോയി തടുത്തപ്പോൾ എനിക്ക് നല്ലോണം കിട്ടി, അവർക്ക് കിട്ടേണ്ടത് എനിക്കും കിട്ടി നല്ലോണം. അപ്പോൾ എന്താണ്, ഞാൻ ഏറ്റവും ദുർബലനായി നിൽക്കുന്ന സമയത്തും ഞാൻ എൻ്റെ മനുഷ്യത്വം പരിഗണിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട്, എൻ്റെ സഹാനുഭൂതിയില്ല, എന്താ അനുകമ്പ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഭീഷണിയായ മതം എന്ന് പറയുന്നത്, മതം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു നോർത്ത് ഇന്ത്യൻ സംഗീസം തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ നാഗ്പൂരിയൻ സംഗീസം അല്ലെങ്കിൽ ഗുജറാത്തി സംഗീസം തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും ഭീഷണിയായിട്ട് കിടക്കുന്ന സാധനം. ഈ ഒരു മുസ്ലിം തീവ്രവാദിയായി കഴിഞ്ഞാൽ എന്തായാലും എത്ര 21 കോടിയൊക്കെ അടക്കമുള്ള ജയിലൊക്കെ ഇവിടെ ഇന്ത്യയിലുണ്ട്. മൊത്തം മുസ്ലിങ്ങളും തീവ്രവാദികളായാലും അവരെ പിടിച്ചിട്ട് ജയിലിടാനും അല്ലെങ്കിൽ അവരെ ഒതുക്കാനുള്ള ആയുധങ്ങളും ഇന്ത്യക്കുണ്ട്. പക്ഷേ 120 കോടി 110 കോടി ഹിന്ദുക്കളെ ഒതുക്കാനുള്ള ശേഷി ഇന്ത്യൻ സംവിധാനത്തിനില്ല. അതാണ് ബാബരി വിധിയിൽ കണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ആ സാധനം തകർന്ന് വീഴുന്നതൊക്കെ അറിയാം. പക്ഷേ അവരെ ശിക്ഷിച്ചില്ല. ഓക്കെ, അത് നിയമപരമായിട്ടല്ല, അത് നിയമം കയ്യിലെടുത്ത ആൾക്കാരാണ്. ശബരിമല വിധി വന്നു, ഇവിടെ തെരുവ് കത്തി, ആ വിധി ഇപ്പോൾ മാറ്റി. ശബരിമലയിൽ സ്ത്രീകൾ കയറണോ അല്ലെങ്കിൽ മറ്റേ അതിനൊന്നും വിശ്വാസമാണ്. അതിന് വിശ്വാസത്തിൽ പോയിട്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് രജനീകാന്ത് 40 ആൾക്കാരെ തല്ലുന്നത് തെറ്റാണെന്നൊന്നും അല്ലെങ്കിൽ അവിടെ കൂകുക എന്നുള്ളതൊന്നും അതൊന്നും അതൊക്കെ മോശമാണ്. വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്, അവരുടെ വഴിക്ക് വിടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ശബരിമല വിധി വന്നിട്ടും അത് നടപ്പിലാക്കാൻ ഇന്ത്യൻ സംവിധാനത്തിന് കഴിഞ്ഞില്ല. കാരണം എന്താ? ഹിന്ദുക്കളെ ഇന്ത്യൻ സംവിധാനത്തിന് ഭയമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഭീകരമായ മതം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുയിസമാണ്. ഹിന്ദുയിസമല്ല, ബ്രാഹ്മണ മതമാണ്. എവിടെയെങ്കിലും പോയിട്ട് ഒരു പാമ്പിനെ ആരാധിക്കുന്നു, ഒരു കല്ലിനെ ആരാധിക്കുന്നു എന്ന് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ പുനർജന്മത്തിലൂടെ മാത്രമേ ജാതിയെ, അതായത് നല്ലൊരു, ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ പറയണം, നീ 10 ജന്മം നന്നായിട്ട് ഞങ്ങളെ സേവിച്ചാൽ മാത്രമേ ഞങ്ങളുടെ നിലവാരത്തിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ള ചിന്ത, അത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും നമുക്ക് കാണിച്ചു തരുന്നില്ല. അവർ സ്വർഗം എന്ന് പറയുന്നത് സലീം കുമാർ ഈ മായാവിയിൽ മമ്മൂട്ടി മറ്റേ ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ തട്ടിവിടുന്നുണ്ട്. ആ ഒരു തട്ടിവിടൽ മാത്രമേ ഉള്ളൂ. അത് മരിച്ചതിന് ശേഷം മരിച്ചവൻ്റെ പേരിൽ നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഫ്രെയിമിലായി കഴിഞ്ഞാൽ അവരെ പറ്റി ഒരുപാട് പറയാം. ജീവിതകാലത്ത് 10 പൈസ കൊടുക്കൂല. ഞാനൊക്കെ എൻ്റെ അമ്മാവനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാമ്മ വയസ്സാം കാലത്ത് ആരും ഇല്ലാതെ ജീവിച്ചിരുന്നതാണ്. അപ്പോൾ ഉമ്മാമ്മയുടെ ഓർമ്മ സമയത്തൊക്കെ വന്നപ്പോൾ മാമൻ്റെ കൂട്ടുകാരോടൊക്കെ ഭയങ്കര ഉമ്മാമ്മനെ പറ്റിയിട്ട് ഭയങ്കര കരച്ചിലും കണ്ണുവീഴ്ചലൊക്കെ ആയിരുന്നു. അപ്പോൾ ജീവിതകാലത്ത് അപ്പോൾ അങ്ങനെ ഫ്രെയിമിലാക്കിയിട്ട് നമുക്ക് അവരെ പറ്റി എന്തോ അനാവശ്യം പറയും, കാരണം അവർ ചോദിക്കാൻ വരില്ലല്ലോ. അപ്പോൾ ഈ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുനർജന്മസിദ്ധ, അതും ജാതീയതയൊക്കെ, അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇപ്പോഴും എന്തിനാണ് ഈ മതം മാറ്റ നിരോധന നിയമമൊക്കെ കൊണ്ടുവരുന്നത്. ഹിന്ദുമതം നല്ല മതമാണെങ്കിൽ അതിൽ നിന്ന് ആരും മാറില്ല. പക്ഷേ ജാതീയമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, ഇപ്പോൾ എനിക്ക് ഈ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് ഞാൻ അംബേദ്കറിൻ്റെ ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കണ്ടപ്പോൾ എനിക്ക് ഗാന്ധിജിയോടൊരു ആരാധനയൊക്കെ വന്നിരുന്നു. പക്ഷേ പിന്നീട് ചിന്തിച്ചപ്പോൾ ആ ഒരു ഹിന്ദുസം അംബേദ്കറിന് യാതൊരുവിധ നിലയും വിലയും നൽകിയിട്ടില്ല. അംബേദ്കറിന് നിലയും വിലയൊക്കെ നൽകിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഇറാനിലെ സ്ത്രീകൾക്ക് ഒരുപക്ഷെ അമേരിക്കൻ അധിനിവേശം ഒരുപക്ഷെ നല്ലതായിരിക്കാം, അത് അവരുടെ കണ്ണുകളിൽ നല്ലതായിരിക്കാം. പക്ഷേ ഇന്ത്യക്കാരെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്തല്ല, അമേരിക്ക അടിച്ചമർത്തൽക്കാരൻ തന്നെയാണ്. കാരണം അമേരിക്ക എന്നുള്ള രാജ്യം എൻ്റെ രാജ്യത്തെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഗുണ്ടായിസം കാണിച്ചാൽ അത് എനിക്കൊരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. പിന്നെ ഇസ്ലാം, ഇപ്പോൾ പലരും ഇങ്ങനെ ഈ ജനൻ ടി വിയിലൊക്കെ ഇരുന്നിട്ട് യുക്തിവാദികളെന്ന് പറയുന്ന ആൾക്കാർ പറയാറുണ്ട്, ഈ ഖുറാനിൽ ഇസ്രായേലികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. ഉണ്ട്, ഖുറാനിൽ മാത്രമല്ല, ഡെയിലി നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത ആലി ഇബ്രാഹിമ വഅലാലി ഇബ്രാഹിമ എന്ന് പറയുന്നുണ്ട്. പിന്നെ വബാരിക് അലാ മുഹമ്മദിൻ കമാ ബാറക്ത അലി ഇബ്രാഹിമ വഅലാലി ഇബ്രാഹിം, അതായത് ഇബ്രാഹിമിൻ്റെ സന്തതികൾക്ക് അനുഗ്രഹം ചെയ്തതുപോലെ അറബികൾക്കും ജൂതന്മാർക്കും എന്നാണ് വെപ്പ് ഖുറാനിലെ തള്ളലങ്ങനെയാണ്. അപ്പോൾ അവർക്ക് അനുഗ്രഹം ചെയ്തതുപോലെ
മുഹമ്മദിൻ്റെ കുടുംബക്കാർക്കും അനുഗ്രഹം ചെയ്യണം. ഇതിലൂടെ ഒരു മനുഷ്യൻ ഈ വൈശാഖൻ തമ്പി പറഞ്ഞ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ടാക്കുന്ന എങ്ങനെയാണ്, അതായത് അവർ വലിയ കൂട്ടക്കാരും ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരുമാണ് എന്നാണ്. അപ്പം ഞാനിങ്ങനെ ഞാൻ എൻ്റെ കസിനോട് ഞാൻ ഇലക്ട്രിക് വണ്ടി വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഒറ്റയടിക്ക് ചോദിക്കും, സൗദിക്കൊക്കെ കച്ചവടം മുട്ടുമല്ലേ, എണ്ണ വിറ്റിട്ടുള്ള കച്ചവടം. അപ്പോൾ അത്രയും അടിമത്വം ഇവന് സൗദിക്കാരോടുണ്ട്. അതാണ് ഇവിടെ പോയിൻ്റ്. അപ്പോൾ ഇവൻ എന്താണ് ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകത്തെ എല്ലായിടത്തും അടിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ആ എണ്ണയിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് സാമ്പത്തിക മെച്ചമൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചപ്പോൾ സൗദിയുടെ വരുമാനം കുറയുമല്ലോ എന്നുള്ളൊരു വിഷമം ഇന്ത്യയിലുള്ള കാസർഗോട്ടുള്ള ഒരുത്തന് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പരസ്പര ബഹുമാനമായിരിക്കണം. അങ്ങോട്ട് കൊടുത്താൽ തിരിച്ച്, അതായത് വിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. ഒരു ഭാഗത്തോട്ട് മാത്രമാകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും അറബികളും ജൂതന്മാരൊന്നും കേരളത്തിലില്ല. കേരളത്തിലുള്ളത് ബ്രാഹ്മണന്മാരും ഒക്കെയാണ്. പിന്നെ എന്നോട് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പറയുമ്പോൾ പറയും, നീയൊക്കെ ഹിന്ദു അല്ലേ? ഏത് ഹിന്ദു? 100 വർഷം മുന്നേ ഇവൻ വരെ ഹിന്ദു അല്ല, പിന്നെയാണോ മറ്റേ എൻ്റെ ഉപ്പാപ്പ എന്ന് പറയുമ്പോൾ ഒരു 150 വർഷം മുന്നേ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അയാളെങ്ങനെയാണ് ഹിന്ദു ആകുന്നത്? ഈ ലക്ഷ്മി, അതായത് എന്തിനാ നായന്മാർക്ക് വരെ ഹിന്ദു പേര് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എനിക്ക് അതൊന്നും എൻ്റെ ഏരിയ അല്ല, ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ പറയും. എന്നാലും എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദുമതത്തിലേക്ക് ആൾക്കാരെ കയറ്റിയിരുന്നില്ല. അപ്പോൾ കയറ്റാത്തപ്പോൾ ഈ ക്രിസ്ത്യാനികളും മറ്റവന്മാരൊക്കെ പൊടിയും അതും ഇതും കൊടുത്ത് സ്വഭാവമൊക്കെ കാണിച്ച് മതം മാറ്റി. അതാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഈ പുസ്തകം വായിച്ചിട്ടോ ഖുറാൻ വായിച്ചിട്ടോ അതിൻ്റെ മെച്ചം കണ്ടിട്ടോ അല്ല. ഖുറാൻ നന്നായിട്ട് വായിച്ചപ്പോൾ ഞാനൊക്കെ തിരിച്ച് മതം വിട്ടു. അയ്യോ, ഇത്രയും വൃത്തികെട്ടൊരു സാധനമാണല്ലോ ഇത് എന്നുള്ളത് രീതിയിൽ. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, യുക്തി അത് നമ്മൾ കാണിക്കേണ്ടത് അടി കൊള്ളുന്നവരോടാണ്. കാരണം ഞാൻ ദുബായ് ജയിലിലും ഒക്കെ ദുബായ് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയപ്പോൾ അവിടെ ലോക്കൽസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ കയറി വന്ന ഇപ്പോൾ നമ്മളെന്തിന് മറ്റേ ഈ ഇവിടെ കേരളത്തിൽ എത്രയോ കേസുകളുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, പക്ഷേ ഏതെങ്കിലും ഒരു അതിഥി തൊഴിലാളി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് വാർത്തയാണ്. അപ്പോൾ നമ്മൾ അതിർത്തി തൊഴിലാളികൾ എന്താണ് ആ തൊഴിലാളികൾ ഭയങ്കര മോശക്കാരാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ കെട്ടിച്ചമക്കുക. ഇവിടെ 1000 മലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴായിരിക്കും ഒരു അതിഥി തൊഴിലാളി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവൻ്റെ നേരെ തിരിയും. അതൊരു വലിയ വാർത്തയാക്കി മാറ്റും. ഇത് തന്നെയാണ്. പക്ഷെ അതും ഏത് മലയാളി? വിദേശത്ത് ജീവിച്ച് ഇതൊക്കെ അനുഭവിക്കുന്ന മലയാളിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു പോയിൻ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പോൾ ശരി.